മോര് കാച്ചിയ മീൻകറിയാണ്. നമ്മൾ സാധാരണ അധികം ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് മോര് കാച്ചിയ മീൻകറി. എന്നെ സംബന്ധിച്ച് ഇത് പുതിയ അറിവാണ്. എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്ത് നോക്കി. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി മീൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഏത് മീനും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് അത്യാവശ്യം കനമുള്ള ഒരു മീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഉപയോഗിക്കാം. ഇത് ക്ലീനാക്കിയതിന് ശേഷം 600 ഗ്രാമുള്ള നല്ല മാംസമുള്ള ഒരു മീനാണ്. മറ്റു മീനുകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നോൺ സ്റ്റിക്ക് പാൻ ആദ്യം വേണം. അതുപോലെ ഒരു മൺചട്ടിയും വേണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 സവാളയും 2 പച്ചമുളകും ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വേപ്പില പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കരുത്. പതിയെ ചെയ്തെടുത്താൽ മാത്രം മതി. ഈ സവാള ഇതിൻ്റെ മുരിവ് കൃത്യമായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത്ര സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 30 ml ആ ഒരു സ്പൂണിൽ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറി ഒരു മുരിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം അത് മുരിഞ്ഞ് വന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇത് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നു. അത് മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ആ ഒരു മുരിവ് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത മസാല ചേർത്ത് കൊടുക്കുന്നത്. ചില കറികളിൽ മഞ്ഞൾപ്പൊടിയും മുളകും ഒരുമിച്ച് ചേർക്കാറുണ്ട്. ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തെടുക്കുന്നത്. മുരിവായി വരുമ്പോഴേക്കും മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. അല്ലാതെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ് ലോ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുരിവ് കൃത്യമായി വന്ന് കഴിയുമ്പോൾ ആയിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി 1 മാത്രം മതി. വലിപ്പമുള്ള തക്കാളി 1 എടുക്കുക. ചെറുതാണെങ്കിൽ പഴുത്തത് 2 എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മോര് കാച്ചിയ മീൻ കറിയിൽ തക്കാളി കൂടി ചേർത്ത് കഴിച്ചാൽ മാത്രമേ നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു വേവ്, അതായത് തക്കാളിയൊക്കെ ആ ഗ്രേവി വെന്തുടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഒരു 3 മിനിറ്റ് കൊണ്ട് ഈ തക്കാളി ഇതിൽ നമുക്ക് വെന്ത് കിട്ടും. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. മറ്റൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ചെയ്യാം. ഈ മൺചട്ടി നമ്മളെടുത്ത് വെക്കുക. അതിനുള്ളിലേക്ക് നമ്മൾ ഈ ഗ്രേവി ചേർത്ത് കൊടുക്കുക. അല്പം ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്താൽ മാത്രം മതി. ഇതിപ്പോൾ അല്പം ആവിയുണ്ട്. അതുകൊണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ചൂടെല്ലാം മാറി വരും. ഈ സമയത്ത് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. ഇനി കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുക. അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു നല്ല തേങ്ങ അരച്ചതാണ്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചത്, വെള്ളം ചേർത്ത് അരച്ചത് 1 കപ്പ് നിറച്ചിടും. നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങ അരച്ചത് 1 കപ്പ് നിറച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ആ തേങ്ങ എടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തൈരെടുത്ത അതേ അളവിലും വെള്ളം ചേർത്ത് കൊടുക്കുന്നു. തൈരിന് പുളി കുറവാണെങ്കിൽ 2, ഒരു 1/4 കപ്പിന് 2, അത് 1/2 കപ്പ് തൈര് എടുക്കാവുന്നതാണ്. വെള്ളം അത്ര ചേർക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ചേർത്ത തക്കാളിയുടെ ആ ഗ്രേവിയും ഈ തൈരും അതുപോലെ തേങ്ങ അരച്ചതും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ മിക്സിങ് കാരണം തൈരുള്ളത് കൊണ്ട് തന്നെ തേങ്ങ അരച്ച വെള്ളമൊന്നും അതുകൊണ്ട് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഈ മിക്സിങ് കറക്റ്റായതിനു ശേഷം ഉപ്പാണ് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ അളവ് കൃത്യമാണ്. പിന്നെ പുളിയുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് അല്പം ഉപ്പ് അങ്ങോട്ട് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിലാണെങ്കിൽ ഈ പറയുന്ന അളവിൽ കൃത്യമായ രീതിയിൽ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ആ മീനും കൂടെ ചേർത്ത് കൊടുക്കാം. മീനും ഇതുപോലെ മുഴുവൻ ചേർത്ത് ഈ ഗ്രേവിയായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുള്ളൂ. സ്റ്റവ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഉപയോഗിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ആ ഗ്രേവിയൊക്കെ മീനിലേക്ക് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓൺ ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം തുറന്ന് കാണിച്ചു തരാം. ഇതപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് നമ്മൾ അടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞ് പോകുന്നില്ല ഈ സമയത്ത് അത് സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 7 മിനിറ്റ് ഒരു മൂടി വെച്ചിരുന്ന പോലെ നമ്മൾ 7 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കണം. ഇത് 7 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ചാറെല്ലാം കുറുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വെളിച്ചെണ്ണയിൽ മറ്റൊരു സ്ഥലത്ത് പാത്രത്തിൽ കടുകും ഉലുവയും അതുപോലെ തന്നെ ഉള്ളിയും ഉണക്കമുളകും വേപ്പിലയും മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ മുരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സമയം ആ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ തിളച്ചൊക്കെ കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ മുരിച്ച് വെച്ചിരിക്കുന്ന ഈ മസാല ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ മുരിച്ചത് ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് മുകളിലേക്ക് ഒരു കവർ വെച്ച് മൂടി വെക്കണം. 5 മിനിറ്റ് മൂടി വെക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ മീൻ കറിക്കിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞത് കാണിച്ചു തരാം. ഇതാ നല്ല അടിപൊളി മോര് കാച്ചിയ മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേക ടേസ്റ്റ്, കാരണം ഇതുവരെയും ഇത് കാണാത്തവർ, ഇത് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പിന്നെയും ചെയ്ത് നോക്കുക. അർത്ഥം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ടേസ്റ്റ് കൃത്യം അറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വെള്ളച്ചോറിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കണ്ടോ. പിന്നെ നമ്മൾ മീൻ കറി ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരു 5-6 മണിക്കൂറിന് ശേഷം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചൂടോടെ ഈ കറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല. ചില ഫുഡുകളാണ് ചൂടോടെ കഴിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ അല്പം വെയിറ്റ് ചെയ്ത് കഴിക്കേണ്ട ഒരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ മോര് കാച്ചിയ മീൻ കറി എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.